നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഫൈനലിൽ അർജന്റീന പന്ത് തൊടാൻ കിട്ടാതെ പൊട്ടിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞല്ലോ. അപ്പം അതിൻ്റെ കാരണം വെളിപ്പെടുത്തുകയാണ് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ പിച്ച് ശരിയല്ലായിരുന്നു. പിന്നെ കളി നേരത്തെ നടത്തി, ടെലിവിഷൻ റൈറ്റ് കാരണം കളി നേരത്തെ നടത്തി, നല്ല ചൂടത്ത് കളി നടന്നു. അതൊക്കെ അർജന്റീനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതൊരു എക്സ്ക്യൂസായിട്ട് പറയുന്നതല്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. ടാഗ്ലിയാഫിക്കോയുടെ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു, ഞാൻ ഇതൊരു എക്സ്ക്യൂസ് എന്ന രൂപത്തിൽ പറയുകയല്ല, പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഫൈനലിലേക്ക് എത്തിയത് ഫിസിക്കലി ആൻഡ് മെൻ്റലി എക്സോസ്റ്റഡ് ആയ രൂപത്തിലായിരുന്നു. സ്പെയിന് വളരെ നല്ല രൂപത്തിൽ തന്നെ കളിച്ചു, അവർ വിജയം അർഹിച്ചിരുന്നു. ഞങ്ങൾ വളരെ മോശമായിട്ടാണ് കളിച്ചത്, ഇതൊക്കെ സമ്മതിക്കുന്നു. അതോടൊപ്പം തന്നെ ഫൈനൽ നടത്തിയ പിച്ച് മോശമായിരുന്നു. മെറ്റ്ലൈഫ് സ്റ്റേഡിയം അത് വളരെ ഡ്രൈ ആയിരുന്നു, അവിടുത്തെ പുല്ലും പിച്ചും ഒക്കെ വളരെ ചൂടുമുണ്ടായിരുന്നു. ഞങ്ങൾ ഏർലി അവേഴ്സിലാണല്ലോ കളിച്ചത്, കാരണം ടെലിവിഷൻ റൈറ്റ് കാരണം, ടെലിവിഷൻ റിലേറ്റഡ് ഫാക്ടേഴ്സ് കാരണം നേരത്തെ കളിക്കേണ്ടിയും വന്നു. നല്ല ചൂടുണ്ടായിരുന്നു, അതൊരു പ്രശ്നമായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഞങ്ങൾ ഈ ടൂർണമെൻറ്റിൽ കാണിച്ച ആ ഒരു സ്പിരിറ്റ് അത് ഓർമ്മിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഒരിക്കലും ആ ഒരു ട്രൈ ചെയ്യുക എന്നുള്ളത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ക്രേസി. ഇപ്പോൾ ഈജിപ്തിനെതിരെ ഞാൻ വിചാരിച്ചു ഞങ്ങൾ സീരിയസ് ട്രബിളിലാണ് എന്നുള്ളത്. ഐ വാസ് ലൈക്ക് വാട്ട് നൗ. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു റെസിലിയൻസ് ഉണ്ടായിരുന്നു മുന്നോട്ട് പോകാനുള്ള. മേ ബി എന്തെങ്കിലും സ്പെക്ടാക്കുലറായിട്ട് ചെയ്യാതെ, ബട്ട് വിത്ത് ഹാർട്ട്, ഹൃദയം കൊണ്ട് ഞങ്ങൾ പോരാടിയിട്ടാണ് അവിടെയൊക്കെ മുന്നോട്ട് പോയത്. സോ എല്ലാ മത്സരങ്ങളിലും അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. അതാണ് ഫൈനലിൽ പ്രശ്നമായത് എന്നാണിപ്പോൾ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ കൃത്യമായിട്ട് പറയുന്നത്. ഏതായാലും ഫൈനലിൽ നടന്ന ഗ്രൗണ്ട് ശരിയല്ലായിരുന്നു, അവിടുത്തെ പിച്ച് ശരിയല്ലായിരുന്നു, പുല്ല് ശരിയല്ലായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ടാഗ്ലിയാഫിക്കോ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.